वेलकम बैक दोस्तों, विन पॉइंट ഓൺലൈൻ ക്ലാസ് में आपका स्वागत है. വിൻ പോയിന്റിലെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് എത്തിയെന്നറിയോ? ഹിന്ദിയിലെ ബീർ ബൗട്ടി എന്ന് പറയുന്ന കഥയിലെ ഏത് ഭാഗത്താണ് എത്തിയിട്ടുള്ളത്? യെസ്, ബേലയുടെ മുടി പിടിച്ച് സുരേന്ദർജി എന്താണ് സുരേന്ദർജി ബേലയുടെ മുടി പിടിച്ച് എന്താണ് എറിയാൻ പോകുന്ന സമയത്താണ് ബേലയുടെ നോട്ട് പുസ്തകം നോക്കുകയായിരുന്നു. ബേലയുടെ നോട്ട് പുസ്തകത്തിൽ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ബൈറ്റ് അപ്നി ജഗേപ്പർ, ഇരിക്ക് അവിടെ എന്ന് പറഞ്ഞ് പുസ്തകം എന്താണ് അവിടെ ഇരിക്കുന്ന ഭാഗത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറയാണ്. അങ്ങനെ ഈ രണ്ട് പേരും ബേലയും സായലും അന്ന് സംസാരിച്ചിട്ടില്ല. അന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയി. ആ സമയത്തുള്ള ഒരു ഡയറിയാണ് നമ്മൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. വാട്സപ്പിൽ അയച്ചു തരണേ. ഓക്കെ, ഇനി ഇതാ ബീർ ബഹുട്ടി, സാഹിലും ബേലയും കഥയിലേക്ക് ഒന്നുകൂടി വരികയാണ്. സാഹിലും ബേലയും ബീർ ബഹുട്ടിനെ പിടിക്കുകയായിരുന്നു. ബീർ ബഹുട്ടിയെ അവർ കടയിൽ പോയി, പേനയിൽ മഷി നിറക്കാൻ വേണ്ടി കടയിലേക്ക് പോയി. ഇനി അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഓക്കെ, ഞാൻ പേജ് നമ്പർ 10 പേജ് നമ്പർ 10 ശ്രദ്ധിക്കണേ. നോക്കാം. നമ്മൾ നിർത്തിയിട്ടുള്ളത് जब वह उसके पास आकर बैठी उसे नजर नहीं मिला पाए. ഈ സംഭവമൊക്കെ ക്ലാസ് റൂമിൽ നിന്നുണ്ടായി. അങ്ങനെ ബേല സാഹിലിൻ്റെ അടുത്താണ് ഇരിക്കാറുള്ളത്. ബേല സാഹിലിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൾക്ക് വല്ല മനപ്രയാസമുണ്ടായി. സാഹിലിനെ നസർ നെയ് മിലാപ്പ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സാഹിലിനെ ഫേസ് ചെയ്യാൻ പോലും അവൾക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, അടുത്തതിലേക്ക് पैराग्राफ नोकने 10 पेज. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बंधी थी. कोई उसे होय 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 सफेद पट्टी कह रहा था, तो कोई सुल्ताना टाकू, तो कोई कुछ और कहकर चिढ़ा रहा था. ദീപാവലിക്ക് ശേഷം, ദീപാവലിക്കൊക്കെ ഉത്തരേന്ത്യയിൽ കേരളത്തിലെ പോലെയല്ല, ഒരു ദിവസമല്ല ആഘോഷമുണ്ടാകുക, കുറേ ആഘോഷമുണ്ടാവും. കുറച്ച് ദിവസം സ്കൂൾ അവധി ഉണ്ടാവും. ഓക്കെ, ദീപാവലിക്ക് ചുട്ടിയോ കെ ബാദ്, ചുട്ടി അവധിയാണ്. ദീപാവലിക്ക് ചുട്ടിയോ, ഈ ദീപാവലിക്കുള്ള അവധി ദിവസങ്ങൾക്ക് ശേഷം ജബ് സ്കൂൾ ഗലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ, അതായത് ദീപാവലിക്ക് സ്കൂൾ അടച്ചു, അത് കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ, ഗുൽന എന്ന് പറഞ്ഞാൽ തുറക്കുകയാണ്. ബേല കെ സിർ പർ സഫേദ് പട്ടി ബന്ധി थी. ബേല കെ സിർ പർ, ബേലയുടെ സിർ പർ തലയിൽ ഒരു ബാൻഡേജ്. എന്താണ്? സഫേദ് പട്ടി. സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ള, പട്ടി മലയാളത്തിലുള്ള പട്ടിയല്ല കേട്ടോ, സഫേദ് പട്ടി എന്നാൽ ഒരു വെള്ള ബാൻഡേജ് ഉണ്ടായിരുന്നു. ബന്ധീതി എന്ന് പറഞ്ഞാൽ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തലക്ക്, ഈ നെറ്റിക്ക്, ഈ ഭാഗങ്ങളിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്തെന്നറിയോ? പറ്റിയത് കുറച്ചാണെങ്കിലും കെട്ട് വലുതായിരിക്കും. നമ്മൾ സുഹൃത്തുക്കൾ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് നമ്മൾ ബാൻഡേജൊക്കെ ഇട്ട് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ പറ്റിയെന്ന് ചോദിക്കും. കാരണം ഇവിടെ ഇങ്ങോട്ട് പറ്റി കഴിഞ്ഞാൽ ഈ ബാൻഡേജ് ഇവിടെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ വട്ടത്ത് ചുറ്റും, അതേപോലെ ഒരു തൊപ്പി പോലെയൊക്കെ ഉണ്ടാവും, വലിയൊരു കിരീടം പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബേലയുടേത് എന്താണെന്നറിയോ? ബേലയുടേത് ഈ പറഞ്ഞ രീതിയിൽ എവിടെ പറ്റിയത്. അപ്പോൾ വലിയൊരു കെട്ടുണ്ട് തലക്ക്, ബാൻഡേജിൻ്റെ. അപ്പോൾ കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി. കുറച്ച് കുട്ടികൾ, ഇവർക്ക് ഇത് തലയിൽ ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടിക്കൊരു രസം തോന്നി, ഇവളെ കളിയാക്കാൻ വേണ്ടി ഹോയ് 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 സഫേദ് പട്ടി, ബാൻഡേജുകാരി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞ്. തോ കോയി സുൽത്താന ടാക്കു, ചില ആൾക്കാർ സുൽത്താന ടാക്കു, ഒരു കഥാപാത്രമാണ് ഒരു നോവലിലെ, ആ പേരിട്ടിട്ട് എന്ത് ചെയ്ത് സുൽത്താന ടാക്കു എന്ന് വിളിച്ചു. കോയി കുച്ച് ആർ കർ ചിടാരത്തെ, ചില ആൾക്കാർ വേറെ എന്തോ എന്താണ് പറഞ്ഞുകൊണ്ട് ചിടാരാന്നതാണ് ഇവളെന്താണ് കളിയാക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, പോരാ അടുത്തതിൽ. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കളിയാക്കാണ്. അപ്പോൾ നമ്മളെ സാഹിലോ
സാഹിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങളെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആത്മമിത്രത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഇവരെ ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുക? ആദ്യമായിട്ട് ഇവിടെ നോക്കൂ, സാഹിൽ എന്താ ചോദിക്കണേ? ये क्या हो गया है? पहला साहिल ने परेशान होते हुए पूछा। छत से गिर गई। बेला ने हंसते हुए कहा, और कहा, बहुत दिन हो गए, आज गेलगंडी में गांधी चौक में लंगड़ी टंग लगेंगे, लंगड़ी टंग गेलेंगे? नहीं गेलेंगे, तेरे सिर में फिर से लग जाएगी तो? ये क्या हो गया है बेला? മലയാളം നോക്കണം. ये क्या हो गया बेला? What happened to you? ഇതെന്താ നിനക്ക് പറ്റിയത്? സാഹിലിനെ പരേഷാൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തോട് കൂടി ചോദിച്ചു, ഇതെന്താ പറ്റിയത്? ചത്ത് സേകിർഗൈ, ഞാൻ ബാൽക്കണിയിൽ നിന്ന് വീണതാണ്. ചത്ത് എന്ന് പറഞ്ഞാൽ റൂഫ് എന്ന് അർത്ഥണ്ടേ, ബാൽക്കണി കുറച്ച് ഉയരത്തുള്ള സ്ഥലത്ത് നിന്ന് ചത്ത് സേകിർഗൈ, ഗിർണ എന്ന് പറഞ്ഞാൽ വീഴുക. ഞാൻ മുകളിൽ നിന്ന് വീണതാണ്, ബാൽക്കണിയിൽ നിന്ന് വീണാണ്. ബേലാനെ ഹൻസ്തേ ഹുയേ കഹ, ബേലാനെ ഹൻസ്തേ ഹുയേ കഹ, ബേല ചിരിച്ചോണം, അതൊന്നുമില്ല, അത് ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് വീണാന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞിട്ടോ, അവർ കഹ, എന്നിട്ട് പറഞ്ഞു, അത് പറയുകയും ചെയ്തു. പിന്നെയും പറഞ്ഞു, എന്താ? ഭാവ് ദിനോകെ, എന്തോരം ദിവസമായി, ഭാവ് ദിനോ എന്തോരം ദിവസമായി, ആജ് ഗേൽഗണ്ടിമേ, ഇന്ന് ഗേൽഗണ്ടിമേ, ഇന്ന് PT പീരീഡിന് ഗാന്ധി ചൗക്കുമേ ലങ്കടി ടാങ്കേലെങ്കെ, ഇന്ന് കുറേ ദിവസമായില്ലേ നമ്മൾ കളിച്ചിട്ട്, ഇന്ന് നമുക്ക് PT പീരീഡുള്ള ദിവസമല്ലേ? PT പീരീഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ, ഗാന്ധി ചൗക്ക് പോയി ഒരു ഗാന്ധി മുക്ക്, ഗാന്ധിയുടെ ഒരു പ്രതിമ ഉള്ളത് കൊണ്ട് അതിന് ഗാന്ധി ചൗക്ക് എന്ന് പറയുന്നത്. ആ ഗാന്ധി ചൗക്ക് പോയിട്ട് നമുക്ക് എന്താണ്, കുത്തിച്ചാട്ടം കളിക്കണ്ടേ? അക്ക് എന്നൊക്കെ പറയില്ല, അക്ക് കളിക്കുക, കുത്തി ഇങ്ങനെ കള്ളി വരച്ചിട്ടുള്ള കളം വരച്ചിട്ടുള്ളൊരു കളിയുണ്ട്, അത് കളിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ സാഹിൽ, നെയ്യലെങ്കേ തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി തോ, ഇന്ന് കളിക്കണ്ട, നെയ്കയില്ലെങ്കിൽ ഇല്ലല്ല നമ്മൾ കളിക്കൂല. തേരെ സിർമേ, നിന്റെ തലയിൽ ഫിർസെ ലഗ് ജായേതോ, നിന്റെ തലക്ക് എന്തെങ്കിലും വീണ്ടും പറ്റിയാലോ? ഒരു കരുതലാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. പിന്നെയോ, അപ്പോൾ അവള് പറയാ, നെഹി ലഗേഗി, बेला ने जिद की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी गेलगंडी लंगड़ी टांग घेरे। इन बच्चों को अपने चारों ओर घेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. अब അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കേ, ഈ പാരഗ്രാഫിന്റെ അർത്ഥം ശ്രദ്ധിക്കേ. നെഹി ലഗേഗി, അപ്പോൾ ഇവള് പറയാണ്, അതൊന്നും ഉണ്ടാവില്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല, കളിക്കാം. ബേലാനെ ജിദ് കി, ജിദ് എന്ന് പറഞ്ഞാൽ ഇൻസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഷാഠ്യം പിടിച്ചു, അതൊന്നും ഉണ്ടാവില്ല, നമുക്കൊന്ന് കളിക്കാറ്. അവർ വേ ഹമേഷാക്കി തരാം, അവർ എല്ലായ്പ്പോഴും പോലെ, ഹമേഷ എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എല്ലായ്പ്പോഴും പോലെ, സാരേ ബച്ചോं के साथ, മുഴുവൻ കുട്ടികളോടൊപ്പം, ഗാന്ധി ചൗക്ക് കി ബാലൂമേ, ഗാന്ധി മുക്കിലെ, ഗാന്ധി ചൗക്കിലെ, ബാലൂമേ മണൽത്തരിയിൽ, ഗേൽഗണ്ടി പൂരി ഗേൽഗണ്ടി ലങ്കടി മുഴുവൻ, അതായത് ആ പീരീഡ് മുഴുവനും അവർ അവിടെ ആ മണലിൽ കളിച്ചു. ഇൻ ബച്ചോങ്കോ, ഈ കുട്ടികളെ, അപ്പനെ ചാരോ ഓർ ഖേൽത്തെ ദേക്കർ, ഈ കുട്ടികൾ തൻ്റെ ചുറ്റും ഓടി കളിച്ച് രസിക്കുന്നത് കണ്ടിട്ട്, ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ട് അവിടെ, ഗാന്ധിജിയുടെ പ്രതിമ ഐസി ദിക്കായി പെടുത്തി ജൈസെ ആ സമയത്തെ കുച്ച് അധികം മുസ്കുരാ രഹി ഹോ, മുസ്കുരാൻ എന്ന പുഞ്ചിരിക്കുക. ഗാന്ധിജിയുടെ പ്രതിമ ഒരു പുഞ്ചിരിയുള്ള ഒരു പ്രതിമയാണ്, പുഞ്ചിരിക്കുന്ന ഒരു പ്രതിമയാണുള്ളത്. അപ്പോൾ ഇവിടെ കഥാകൃത്ത് പറയുകയാണ്, ഈ കുട്ടികളിങ്ങനെ ഓടിക്കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ കുറച്ചുകൂടി പുഞ്ചിരിക്കുന്നതായി അനുഭവപ്പെട്ടു എന്നാണ് ഈ കഥാകൃത്ത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇൻസിഡൻ്റ് ആണ്, അടുത്ത പാരഗ്രാഫ്. നമ്മൾ ഏത് പേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? 10ാമത്തെ പേജാണ്, ശ്രദ്ധിക്കണം. रविवार का दिन था, साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. तो ചെറിയ പാരഗ്രാഫ് ശ്രദ്ധിക്കണേ. രവിവാർ കാ ദിൻ था, ഇറ്റ് വാസ് എ സൺഡേ, ഒരു ഞായറാഴ്ച ആയിരുന്നു. രവിവാർ അറിയോ? അതൊക്കെ രവിവാർ, സോമവാർ, മംഗളവാർ എന്നൊക്കെ പഠിക്കണേ.
साहिल अपने घर में नीम के पेड़ की डाली पकड़कर സാഹിൽ അപ്നെ ഘർ മേ സാഹിൽ വീട്ടിൽ നീം കെ പേടിക്ക് എന്ന് പറയുന്നത് വേപ്പ് മരത്തിൻ്റെ കൊമ്പ് ഡാലി പക്കട് കൊമ്പ് പിടിച്ചിട്ട് ജൂം രഹാത്ത ഇങ്ങനെ ആടിന് ഒരു വീട്ടും അങ്ങനൊക്കെ അതല്ലേ ചെയ്യുക. അപ്പോൾ ഒരു വീടിൻ്റെ അടുത്ത് ഒരു വേപ്പ് മരമുണ്ട്. ആ വേപ്പ് മരത്തിൻ്റെ ചില്ല പിടിച്ചിട്ട് കൊമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ആടുമായിരുന്നു. അവൻ അതിൻ്റെ മുകളിൽ കുറച്ച് വേറെയുള്ള സ്ഥലമാണ്. അങ്ങനെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയെന്നറിയോ. वो एक स्टूल पर चढ़कर झूलता था. അവൻ ഒരു സ്റ്റൂൾ पर चढ़कर ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ചടണം എന്നാണ് കയറിയിട്ട് കൊമ്പ് പിടിച്ച് ഇങ്ങനെ ആടുകയാണ്. അച്ചാനക് ടൂട്ടേ സ്റ്റൂൾ की एक कील साहिल की पिंडली में ले गई. അച്ചാനക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ പൊട്ടിട്ടോ. അങ്ങനെ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഏക്ക് കീൽ ഒരു ചീൾ ഒരു കഷ്ണം എന്ത് ചെയ്തു സാഹിൽ की पिंडली में എന്താ പിണ്ടലി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മടുമ്പിൻ്റെ ഭാഗത്ത് ലഗ് ഗയി അടുത്തറച്ചു. 1 ഇഞ്ച് ഗഹര ഗഡ്ഢ ഹോ ഗയ 1 ഇഞ്ച് ഗഹര ആഴത്തിലുള്ള ഗഡ്ഢ ഹോ ഗയ മുറിവുണ്ടായി. 1 ഇഞ്ച് മുറിവ്. അടുത്ത ഭാഗം ഉസെ സർക്കാരി अस्पताल में പട്ടി ബന്ധവാനെ के लिए ले जाया गया. അവൻ എന്ത് ചെയ്തു സാധാരണ കുറച്ച് വലിയ മുറിയാണെങ്കിൽ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ചെറിയ മുറിയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക ഈ നാട്ടും പ്രദേശത്ത് ഞങ്ങളൊക്കെ പണ്ട് കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് പറഞ്ഞ അപ്പുണ്ട് കാട്ടപ്പ എന്നൊക്കെ പറയുന്നത് ആ സാധനത്തിൻ്റെ തുമ്പെടുത്തിട്ട് ഇങ്ങനെ ഞെരടിയിട്ട് ഇങ്ങനെ കാൽമേൽ വെക്കും. അല്ലെങ്കിൽ തെങ്ങിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു പഞ്ഞി പോലെ ഒരു സാധനമുണ്ട് തെങ്ങിൻ്റെ മുകളിൽ അത് എന്താണ് മെല്ലെ ഇളക്കിയെടുത്തിട്ട് അത് കാലിൻ്റെ മുകളിൽ വെക്കും. ഇത് കുറച്ച് വലിയതാണ് ചോര നിൽക്കുന്നില്ല അപ്പോൾ ഇതൊന്നും മതിയാവില്ല. അപ്പോൾ ചില ആളുകൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേഗം തുപ്പലെടുത്തിട്ട് വരട്ടും. ഇങ്ങനെ ചിലപ്പോൾ അതാണ് മാറിപ്പോവുകയും ചെയ്യും. ഓരോ കഥയാണ്. കളിക്കുന്ന സമയത്ത് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. വീട്ടിൽ പോയി പറഞ്ഞാൽ അടി വേറെ കിട്ടും. അതുകൊണ്ട് ഇവിടെ എന്താ ചെയ്തത് ഇത് 1 ഇഞ്ചുള്ളത് കൊണ്ട് നല്ല ആഴത്തിൽ മുറിവുള്ളതുകൊണ്ട് എന്ത് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों के छोड़कर आगे बेला गड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹീ പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ. ഈ കഥയുടെ ആദ്യത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ ഒരാളൊരു സ്ഥലത്തേക്ക് പോവാണ് മറ്റാളും പോകും. ഒരാൾ വെള്ളം കുടിക്കാൻ പോവാണ് ഇയാളും വെള്ളം കുടിക്കും. ഒരാൾ വായിക്കുകയാണെങ്കിൽ വായിക്കും. കളിക്കാൻ പോകും. ഒരുമിച്ചാണ് നടത്തം. അപ്പോൾ ഒരാൾക്ക് തലക്ക് പറ്റിയണല്ലോ അപ്പോൾ മറ്റേ ആൾക്ക് കിട്ടണ്ടേ അല്ല പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഉസേ സർക്കാരി ഹോസ്പിറ്റൽ അവിടെ അപ്പോൾ അവനെ സർക്കാർ ഹോസ്പിറ്റൽ പട്ടി ബന്ധവാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബാൻഡേജ് ഇടിപ്പിക്കാൻ വേണ്ടി എന്താണ് ലേ ജായ ഗയ കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി 2 ലോഗോं को छोड़कर അപ്പോൾ അവൻ കണ്ടു സാഹിൽ കണ്ടു 2 ലോഗോं को 2 ആൾക്ക് അപ്പുറത്ത് വേലുണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സ്കൂളില്ലാത്ത ദിവസമാണ്. സിർമേ പട്ടി ബന്ധവാനെ അവൾ എന്ത് ചെയ്താണ് അവൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. തലക്ക് പറ്റിയിട്ടുണ്ട് നേരത്തെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ അതങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ക്ലാസ്സിലും ഒക്കെ 2 കുട്ടികളെ ഇങ്ങനെ കാണപ്പെട്ടു കുറച്ച് ദിവസങ്ങൾ. എങ്ങനെയെന്നറിയോ ഏകൊക്കെ സിർ പർ പട്ടി ബന്ധി ഹോത്തി തി ഒരാളുടെ തലയിൽ ബാൻഡേജ് മറ്റേ ആളുടെ എവിടെ ഏക്ക് പിണ്ടലിമേ ഒരാളുടെ മടമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മടമ്പിൽ പിണ്ടലിമേ അപ്പോൾ ഒരാളുടെ കാൽമലും. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹീ പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ രേ. സഫേദ് പട്ടി വാലെ ഈ വെള്ള ബാൻഡേജുകാർ യേ ദോനോ 2 ആളും കഹീ പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ രേ. 2 ആളും എല്ലാ സ്ഥലങ്ങളിലും എന്താണ് ഒപ്പം കാണപ്പെട്ടു.
ഓക്കെ, ആ പാരഗ്രാഫ് കഴിഞ്ഞു. ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. SSLCക്ക് ഒരുപാട് തവണ പല രീതിയിൽ ചോദിച്ചു. പടുക്കഥ ചോദിച്ചു, വാർത്താലാപ് ചോദിച്ചു, ഡയറി ചോദിച്ചു. നന്നായി ശ്രദ്ധിക്കണേ. നോക്കാം നമുക്ക്. അവസാന ഭാഗമാണ്. 5वीं कक्षा का रिजल्ट आ गया, दोनों छड़ी में आ गए. ये स्कूल 5वीं तक ही था. साहिल, अब तुम कहाँ पढ़ोगे? बेला ने पूछा. और तुम कहाँ पढ़ोगे बेला? साहिल ने पूछा. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम मुझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेले रहूँगा. क्यों साहिल? पता नहीं क्यों. तो यानी कि अब तुम फुलेरा में नहीं रहोगी? नहीं, तुम्हारा रिपोर्ट कार्ड दिखाना. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. നോക്കാം, നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കിയിട്ട് ബാക്കി ഭാഗം നോക്കാം. ഇത് കുറച്ച് വലിയ ഭാഗമാണ്. 5वीं कक्षा का रिजल्ट आ गया. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. 5वीं കക്ഷ, 5ാം ക്ലാസ് റിസൾട്ട് വന്നു. എന്താ പ്രത്യേകത പറയുന്നു? दोनों छड़ी में आ गए. രണ്ടാളും 6ാം ക്ലാസ്സിലേക്ക് എത്തി. ये स्कूल 5वीं तक ही था. ഇവരുടെ സ്കൂള് 5ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അവിടെ നടക്കുന്ന സംഭാഷണമാണ് അവസാനമായിട്ട്. വളരെ പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. എന്താ സാഹിൽ, അപ്പോൾ റിസൾട്ട് നോക്കാൻ വേണ്ടി പോയ ആ ദിവസമാണ്. സാഹിൽ, അബ് തും കഹാ പഠോഗെ? സാഹിലേ, ഇനി നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുക? എവിടെയാണ് പോവുക? ഏത് ക്ലാസ്സിലാണല്ലേ? 6ാം ക്ലാസ്സിലാണല്ലോ. സാഹിൽ, അബ് തും കഹാ പഠോഗെ? ഇനി നീ എവിടെയാണ് പഠിക്കുക? ഏത് സ്കൂളിലാണ് നീ പോണേ? ബേലാനെ പൂച്ച, ബേല ചോദിച്ചു. അപ്പോൾ അർത്ഥം കഹാ പഠോഗെ ബേല? ഇവൻ തിരിച്ചു ചോദിച്ചു, മറുപടി പറയാണ്ട്. അർത്ഥം കഹാ പഠോഗെ ബേല? അല്ല, നീ എവിടാ ബേല പോണത്? അത് പറയാതെയോ? സാഹിലിനെ പൂച്ച, സാഹിൽ ചോദിച്ചു. അപ്പോൾ ബേല പറഞ്ഞു, मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. അപ്പോൾ അവൾ പറഞ്ഞു, മേരെ പാപ്പ കയറിയത്, എൻ്റെ അച്ഛൻ പറഞ്ഞത് നിന്നെ ഞാൻ എവിടെ പോവും? രാജകീയ കന്യാ പാഠശാല, ഒരു ഗേൾസ് സ്കൂളിൽ. ആടെ പിന്നെ സാഹിലിൽ പോകാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം ഇവിടെ വരുന്നത്. തുജെ രാജകീയ കന്യാ പാഠശാലമേ പഠായകെ, നിന്നെ എന്താണ് ആ രാജകീയ ഗേൾസ് സ്കൂളിലേക്ക് നിന്നെ പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല സാഹിലേ, അർത്ഥം നിൻ്റെത് എങ്ങനെയാണ്? എങ്ങനെ എന്തോ പറഞ്ഞുണ്ടോ? നിൻ്റെ രക്ഷിതാക്കൾ എന്തോ പറഞ്ഞോണോ ചോദിച്ചു. അപ്പോൾ ഭയങ്കര സാഡ്. ഹി ഹാസ് ബിക്കം വെരി സാഡ്. എന്താ? മുझे അഗലെ സാൽ അജ്മീർ ഭേജ്നെങ്കി. അവന് വളരെ ഒരു വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. മുझे അഗലെ സാൽ അജ്മീർ ഭേജ്നെങ്കി, എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കുകയാണ്. ഭേജ്നെങ്കി അയക്കുകയാണ്. അജ്മീറിലേക്ക്, അജ്മീർ ഉള്ള ഒരു ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവാണ്. വഹാ ഏക്ക് ഹോസ്റ്റൽ ഹേ, അജ്മീറിലേക്ക് എന്നെ അയക്കുകയാണ്. വഹാ ഏക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. घर से दूर, वहाँ अकेले रहूँगा. घर से दूर, वहाँ अकेले रहूँगा. ഞാൻ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരം ഞാൻ ഒറ്റക്ക്, അക്കേല എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ കഴിയും അവിടെ. അപ്പോൾ അവൾ പറയും, അപ്പോൾ അവൾ അതിൻ്റെ റിപ്ലൈ പറഞ്ഞത് എന്താണെന്നറിയോ? അവൾക്ക് സങ്കടമായിട്ടുണ്ടാവണം. ക്യോ സാഹിൽ, വൈ സാഹിൽ, എന്തിനാ അങ്ങനെ നിന്നെ ഒരുപാട് ദൂരത്ത്, വീട്ടിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് എന്തിനാ നിന്നെ അയക്കണമെന്നുള്ളത്? ക്യോ സാഹിൽ. അപ്പോൾ അവൻ പറഞ്ഞു, പത്താനയിക്കും, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വൈ, എനിക്കറിയില്ല എന്താണ്. പിന്നെ അവൾ ചോദിക്കുകയാണേ, तो यानी कि अब तुम फुलेरा में नहीं रहोगे? അല്ല സാഹിലേ, അങ്ങനെയാണ് നീ ഈ ഫുലേരയിൽ ഉണ്ടാവില്ല. ഇനി എന്നെ കാണാൻ കഴിയില്ല. അബ് തോ ഫുലേര में नहीं रहेगी. അപ്പോൾ ഫുലേരയിൽ നീ ഉണ്ടാവുകയില്ല. നെഹി, ഇല്ല, ഞാനിനി ഉണ്ടാവില്ല.
വിഷയം മാറ്റാൻ വേണ്ടി സാഹിൽ പറഞ്ഞെന്താ അറിയോ? തുമ്മാറ റിപ്പോർട്ട് കാർഡ് ദിക്കാനാ, നിൻ്റെ ആ റിപ്പോർട്ട് കാർഡൊന്ന് കാണിക്ക്. മെല്ലെ എങ്ങനെങ്കിലും സ്കിപ്പാകാൻ വേണ്ടിയാണ്. നോക്കൂ അടുത്തത്, സങ്കടമാണ്. നോക്കണേ. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का। आज आखिरी बारी वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. സാഹിൽ ബേല का റിപ്പോർട്ട് കാർഡ് ദേഖ് रहा था. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിയായിരുന്നു. ബേല സാഹിൽ का, ബേല സാഹിലിൻ്റേതും. ആജ് ആഖിരി ബാരി വേ एक दूसरे की कोई चीज़ छू कर देख रहे हैं. ഇത് അവസാനമാണ്. അവർ ഒരാളുടെ ഒരു വസ്തു എന്താണ് കൈമാറ്റം ചെയ്യുന്നതും തൊട്ടു നോക്കുന്നതും അവസാനമായിട്ട്. കാരണം വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു മധുര പലഹാരമോ എന്തെങ്കിലും ഒരു വിശിഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഇത്തിരി മാറ്റി വെച്ചിട്ട്, തൻ്റെ ഭാഗം ഇത്തിരി മാറ്റി വെച്ച് തൻ്റെ സഹപാഠിക്ക് കൊടുക്കാൻ, തൻ്റെ സാഹിലിന് കൊടുക്കാൻ, അല്ലെങ്കിൽ വേലക്ക് കൊടുക്കാൻ രണ്ടാളും പരസ്പരം എന്താണ് മാറ്റി വെച്ചിരുന്നു. എല്ലാം പങ്കിട്ട് കഴിച്ചിരുന്നു. പക്ഷേ ഇനി ഇവർ കാണൂല. അതാണ് സംഗതി. അപ്പോൾ രണ്ടാളും എന്താണ് റിപ്പോർട്ട് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം റിപ്പോർട്ട് കാർഡ് ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തുമാരി ആങ്ക് മേ ആംസു ക്യോ ആ രഹേ ഹൈ ബേല, തുമാരി ആങ്ക് മേ നിൻ്റെ കണ്ണുകളിൽ ആംസു കണ്ണുനീർ ക്യോ ആ രഹേ ഹൈ, നിൻ്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ, കണ്ണുനീര് വരുന്നുണ്ടല്ലോ ബേലെ എന്ന് സാരി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെന്താ അങ്ങനെ വരണമെന്ന് ചോദിച്ചു. मुझे क्या पता, आई डोंट नो व्हाई, എനിക്കറിയില്ല. मुझे क्या पता. ബേലാനെ ഡബ് ഡബായി ആങ്കോं से हंसते हुए गए. നിറകണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ചില ആൾക്കാരുണ്ട്, കരയുന്നുണ്ടാവും, എന്താണ് കണ്ണുനീരുണ്ടാവും, കണ്ണുനീർ നിറഞ്ഞിരിക്കും, പക്ഷെ എന്ത് ചെയ്യും, ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു. നോക്കണേ. साहिल की आंखें बीर बहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी मैं चिढ़ाऊँ अब तुम्हें. रोनी सूरत साहिल. साहिल की आंखें बीर बहुटी की तरह, ബേലയുടെ കണ്ണ് നിറഞ്ഞു, അവൾ ചിരിച്ചുകൊണ്ടൊരു ഉത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. സാഹിൽ കി ആങ്കെ, സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയോं की तरह लाल होने लगी थी. ബേലയുടെ കണ്ണ് നിറഞ്ഞു, സാഹിലിൻ്റെ കണ്ണ് ബീർ ബൗട്ടിയോं की तरह മഴവണ്ടുകളെപ്പോലെ ചുവന്നു വന്നിരുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था. बारिश की बूंद, മഴത്തുള്ളികളെപ്പോലെ അവൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. ബേല കനയിലേ, ബേല ഇത് കണ്ടിട്ട് പറയാൻ തുടങ്ങി. ഏത് പ്രയാസകരമായ ഘട്ടത്തിലും അല്പം എന്താണ് ചിരിക്കാനുള്ള വകയുണ്ടാക്കാറുണ്ടല്ലോ കുട്ടികൾ. പരസ്പരം ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സംഭവം ഉണ്ടാക്കും. നേരത്തെ റിപ്പോർട്ട് കാർഡ് വാങ്ങിയാൽ അതിന് ബേല കഹനയിലേ, ബേല പറയാൻ തുടങ്ങി മേ ചിടാവും അബ്തുമേ, നിന്നെ ഞാൻ കളിയാക്കട്ടെ സാഹിലേ, നിന്നെ ഞാൻ കളിയാക്കട്ടെ. എന്ത് പറഞ്ഞിട്ട്? രോനി സൂരത് സാഹിൽ, കരയുന്ന സാഹിൽ എന്ന് വിളിച്ചിട്ട് ഞാൻ എന്നെ കളിയാക്കട്ടെ. ഞാൻ പാവമുണ്ട്, 2 മക്കളില്ലേ, 5ാം ക്ലാസ്. അവസാനത്തെ പാരഗ്രാഫ്. ബാരിഷേ ആനെ മേ 1.5 മഹീന ബാക്കി താ. മഴക്കാലം വരാൻ, ഞാനതൊന്നുകൂടി വായിച്ചു തരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. बारिशे आने में 1.5 महीना बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में घटाएं गिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था. फुलेरा कस्बे की बादल छाई और एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. उसके बूढ़े बाल बीर बहुटियों के रिंग के लाल रिबन से बंधे थे. दूसरी दिशा को जाती एक गली में 5वीं से 6वीं में आ गए एक 11 साल का लड़का जा रहा था. उसकी पिंडली में बीर बहुटी के रिंग सा 1 इंच लंबा चोट का निशान था. കഥാകൃത്തിൻ്റെ അവസാനത്തെ വരികളാണ് ഇവിടെ ഈ കഥയിലെ അവസാനത്തെ വരികളാണ് ഇവിടെ പറയുന്നത്. ബാരിഷ് ആനെ മേ 1.5 മഹീന ബാക്കി താ. ബാരിഷ് മഴ വരാൻ ഇനിയും 1.5 മഹീന ബാക്കി താ. 1.5 മാസം.
ഠായ് 2.5 ടേട്ട് 1.5 മാസം ഇനിയുമുണ്ട് മഴക്കാലം വരാൻ. ലേക്കിൻ യേ ബാരിഷോं से पहले की बारिश का एक दिन. എന്നാൽ ഇത് മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴയായിരുന്നു. ആസ്മാനി മേ ഘട്ടായേം ഗിരി थी. കാർമേഘങ്ങൾ എന്താണ്? കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടാൻ തുടങ്ങി ആകാശത്ത്. ധൂൾ ഭരി തേസ് ഹവായെ ചൽ രഹി थी. ധൂൾ ഭരി പൊടിപടലങ്ങൾ നിറഞ്ഞ തേസ് ഹവായെ തീക്ഷ്ണമായ കാറ്റ്, ശക്തമായ കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. പാനി ബരസ് രഹാ താ, മഴ പെയ്യുകയായിരുന്നു. ഫുലേര കസ്ബേ കി ബാദൽ ചായി ഏക് ഗലീമേ. ഫുലേര അങ്ങാടിയിലെ മേഘാവൃതമായ ഒരു തെരുവിൽ പാഞ്ച് വീൻസെ ഛടീമേ ചലി ഗയി. 5 നിന്നും 6 എത്തിയ ഏക് ലഡ്കി ജാ രഹി ഥി. ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. ഉസ്കെ ബൂരേ ബാൽ, അവളുടെ ചെമ്പിച്ച മുടി ബീർ ബഹൂട്ടിയോं के रंग के लाल रिबन से बंधे थे. ബീർ ബഹൂട്ടിയുടെ നിറമുള്ള റിബൺ കൊണ്ട് എന്താണ് കെട്ടിയിട്ടുണ്ടായിരുന്നു അവളുടെ മുടി. ദൂസരി ദിശാക്കോ ജാതി ഏക് ഗലീമേ, അടുത്ത ഭാഗത്തേക്ക് പോകുന്ന ഒരു തെരുവിൽ ഏക് ഗലീമേ ഒരു തെരുവിൽ 5 വീൻസേ ചടീമേ ആകയ 5 നിന്നും 6 എത്തിയ ഏക് 11 സാൽ കാ ലഡ്കാ ജാ രഹാ താ. ഒരു 11കാരൻ ആൺകുട്ടി ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഇസ്കി പിണ്ടലീമേ, അവൻ്റെ മടമ്പിൽ എന്തുണ്ടായിരുന്നു? ബീർ ബഹൂട്ടിയോं के रंग का, ബീർ ബഹൂട്ടിയുടെ നിറം പോലെയുള്ള 1 ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ, 1 ഇഞ്ച് നീളമുള്ള ആഴമുള്ള ഒരു മുറിവിൻ്റെ നിശാനത, അടയാളമുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, അവസാനത്തെ ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സാഹിലും ബേലയും അവസാനമായി കണ്ടുമുട്ടുകയാണ്. പിരിയുന്ന രംഗമാണ്. അവസാനം ഇവർ പറഞ്ഞിട്ടുണ്ടാവണം, ഈ കഥയിലില്ലെങ്കിലും, സാഹിൽ കബി അൽവിദാന കഹന, ഗുഡ് ബൈ പറഞ്ഞ് പോവരുതേ സാഹിലെ, വിട പറയല്ലേ സാഹിലെ എന്നവർ പറഞ്ഞിട്ടുണ്ടാവണം. കഥ ഇവിടെ അവസാനിച്ചു. പക്ഷേ ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബായ്.